നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടോ? വയറിന് നല്ല കനം തോന്നാറുണ്ടോ? ഞാൻ പറയുന്ന ഈ യോഗ പോസ്റ്റർ നിങ്ങൾ 2 മിനിറ്റ് സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ മാറ്റം അനുഭവപ്പെടും. ടോയ്ലറ്റ് പ്രശ്നങ്ങൾക്ക് ആദ്യം വേണ്ടത് ഈ യോഗ പോസ്റ്ററാണ്, മരുന്നല്ല. നിങ്ങൾ ശീലിച്ചു നോക്കൂ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാലാസനമാണ്. ശരീരത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടുന്നു എന്നാണ് ചെയ്യുന്ന ഒരു ആസനമായതുകൊണ്ടാണ് ഇതിനെ മാലാസന എന്ന് പറയുന്നത്. ഇത് നമ്മൾ സ്ഥിരമായി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ദഹന വ്യവസ്ഥ മെച്ചപ്പെടുത്തുവാനും ശരീരത്തിൽ വായു സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുവാനായിട്ട് ഇത് സ്ഥിരമായി ചെയ്താൽ നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ മാലാസനം ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം നിവർന്നു നിൽക്കുക. ഇതുപോലെ കാലുകൾ അല്പം അകത്തി വെക്കാം. നമ്മുടെ ഷോൾഡർ ലെവലിൽ തന്നെ കാലുകൾ അകത്തി നേരെ നിൽക്കാം. അതിന്റെ കൈകൾ രണ്ടും അഞ്ജലി മുദ്രയിൽ പിടിച്ച് നമ്മുടെ ചെസ്റ്റിന്റെ മിഡിൽ പോർഷനിൽ ഇതുപോലെ പ്ലേസ് ചെയ്യാം. നല്ല നേരെ എന്നിട്ട് പതുക്കെ ഇരിക്കാം. മാക്സിമം താഴോട്ട് നമുക്ക് ഇതുപോലെ ഇരിക്കാം. നേരെ ഇത് നോർമലായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യാം. ഇത് യോഗി സ്ക്വാട്ടാണ്. ഒരു 30 സെക്കൻഡ്സ് നമുക്ക് ഈ പൊസിഷനിൽ ഇരിക്കാം. നോർമലായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യാം. സാവകാശം ഉയർന്നത്. അപ്പോൾ ഈ മാലാസന നമ്മളൊരു 30 സെക്കൻഡ്സ് ഒക്കെ ആദ്യം ചെയ്യുക. 30 സെക്കൻഡ്സ് ചെയ്ത് ശീലിച്ച ശേഷം പതുക്കെ ഗ്രാജുവലി അത് കൂട്ടി കൊണ്ടുവരിക. അങ്ങനെ ഒരു 60 സെക്കൻഡ്സ് വരെയൊക്കെ നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യാം. എന്നിട്ട് 4 or 5 റൗണ്ട് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇത് സ്ഥിരമായി ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നീയുടെ സറൗണ്ടിങ് മസിൽസ് ഒക്കെ ശക്തമാകാൻ നല്ലതാണ്. പെൽവിക് റീജിയനിലെ മസിൽസ് ശക്തമാകാനായിട്ട് നല്ലതാണ്. അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ, നമ്മുടെ ദഹന വ്യവസ്ഥ, അതുപോലെ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഒക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് വളരെ ഉത്തമമാണ്. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ടാണ് ഇത് ചെയ്യാൻ പാടില്ലാത്തത്. യഥാർത്ഥത്തിൽ ചെയ്യാൻ പാടില്ല. കോൺട്രാ ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ നോക്കിയാൽ, നീക്ക് സർജറി കഴിഞ്ഞവർ, നല്ല നീ പെയിൻ ഉള്ളവർ, അതുപോലെ പെൽവിക് ഏരിയയിലൊക്കെ എന്തെങ്കിലുമൊക്കെ സർജറിയോ അല്ലെങ്കിൽ നീർക്കെട്ടൊക്കെ ഉള്ള സമയത്ത്, അല്ലെങ്കിൽ തലകറക്കമുള്ളവർ, ഇവരൊന്നും ഇത് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ പ്രസവത്തിന് തയ്യാറായി ഇരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ സുഖപ്രസവത്തിന് ഇത് വളരെ നല്ലതാണ്. പക്ഷെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നമ്മളിത് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കല്ലേ. അതുപോലെ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുക. നമസ്തേ.